അവർക്ക് ബാക്ക് വശം മണ്ണ് മാറ്റുണ്ട്. पैसा अभी तक मिला नहीं। वो 3 आदमी मर गया था। वो फाइल बोल रहा है चालीगुड़ी में था। अभी कालाकोर में न किधर है। अभी पैसा पास नहीं हो रहा है। अभी किधर में कभी मिलेगा नहीं मिलेगा मालूम नहीं। अभी तक थोड़ा मिलेगा तो अच्छा था। कलेक्टर ऑफिस में है, अभी त्रिशूल में है। उसके बाद चालीगुड़ी में क्या बोल रहा है उधर आएगा। कितना दिन बाद मिलेगा मालूम नहीं। 1 साल हो गया। 1 साल हो गया। हाँ, थोड़ा मिलेगा तो अच्छा था ना। 3 आदमी मर गया, थोड़ा वो घर के बच्चा है, थोड़ा हेल्प हो जाता। वही था। एक आदमी का 4 लड़की था। वो अभी कैसे शादी कराएगा? सरकार को कुछ तो मदद करना चाहिए ना। और एक लड़का था, उसका पिताजी मर गया। वो उसका घर कैसे चलेगा? कुछ सरकार को हेल्प करना चाहिए। इस बारे में सोचना चाहिए। ഇതേപോലത്തെ ഇത്രയും പഴക്കമുള്ള ബിൽഡിങ്ങിൽ അവരെ താമസിപ്പിക്കുന്നവരെയാണ് ശരിക്കും നടപടിയെടുക്കേണ്ടത്. ഇവരെ നല്ലൊരു ബിൽഡിങ്ങിൽ ബിൽഡിങ് പണിയാനാണ് ഇവിടെ വരുന്നത്. അപ്പം നല്ല ബിൽഡിങ്ങിൽ ഇവരെ താമസിപ്പിക്കണം. അതെ, അപ്പോൾ അതിന് ഒരു ലാഭം കണ്ടെത്തണം ഇവരെ കൊണ്ടുവരുന്ന കോൺട്രാക്ടർമാർ. ഇവർ അന്നും വന്നിട്ട് പൈസ വാങ്ങിച്ച് ഇവരെ ശമ്പളത്തിൽ നിന്ന് കമ്മീഷൻ അടിച്ച് ഇട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇവരെ നല്ല രീതിയിൽ താമസിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കില്ല. അവർക്ക് എങ്ങനെയും അവരുടെ കാര്യങ്ങൾ നടക്കണം ഭംഗിയായിട്ട്. അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. 2025 ജൂൺ 27 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം പ്രഭാതം പൊട്ടിവിടരുന്നത് ഒരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. ഞാനന്ന് ഏകദേശം ഒരു 6:30 സമയത്തോടുകൂടി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വണ്ടി ഏറ്റവും മാക്സിമം സ്പീഡിലേക്ക് എത്തിക്കുക, അത്രയും സ്പീഡിൽ ഞാൻ കൊടകരയിലേക്ക് പോയിരുന്നു. കൊടകരയിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒരു 40 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു 17 അതിഥി തൊഴിലാളികൾ അതിലുണ്ടായിരുന്നു. അതിൽ 3 പേര് വളരെ ദാരുണമായിട്ട് മരണപ്പെട്ടു. ആ 3 പേര്, ഒന്ന് രൂപേൽ, 2 രാഹുൽ, 3 അലീം. ഈ 3 പേരാണ് പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. അവിടെ മാൻഡ ഡിസ്ട്രിക്റ്റിലുള്ള 3 തൊഴിലാളികളാണ് മരണപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, നാട്ടുകാർ അങ്ങനെയൊന്നുമില്ല. മരിച്ചത് മനുഷ്യർ തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാം ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ഒരു സമാശ്വാസം എന്ന് പറഞ്ഞ് കേൾക്കുന്നൊരു സംഗതിയാണ് ഈ മരണാനന്തരം ലഭിക്കുന്ന തുക, ദുരിതാശ്വാസ തുക എന്ന് പറയുന്നൊരു തുക, അടിയന്തര സഹായം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് അനുവദിക്കുന്നത്. ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും ഒരാൾക്ക് ഒരു 4 ലക്ഷം രൂപ വെച്ച് ദുരിതാശ്വാസ സഹായം, ഒരു സഹായം, അടിയന്തര സഹായം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും, ഇപ്പോൾ എത്ര, 1 കൊല്ലം കഴിഞ്ഞു, ഇതുവരെയായിട്ടും ഈ കൊടകരയിൽ മരണപ്പെട്ട ഈ അതിഥി തൊഴിലാളികൾക്കുള്ള ഫണ്ട് കൈമാറിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വില്ലേജിൽ നിന്ന് താലൂക്കിലേക്ക് അയക്കുന്നു, താലൂക്കിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് അയക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അയക്കലിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നൊരു സംഭവമാണ് നമുക്ക് അധികാരികളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് യഥാർത്ഥ അവകാശികൾക്ക് എത്തിക്കുക എന്നുള്ളത് സംവിധാനങ്ങളുടെ ഒരു കടമയാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഭവം അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയും മറ്റും നമ്മുടെ കളക്ടറേറ്റിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് താലൂക്ക് സംവിധാനങ്ങളുള്ളവർക്കോ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രേഖകളിന്മേലുള്ള കൃത്യമായ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഇപ്പോഴും പോയിട്ടില്ല എന്നാണ് ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ സംസാരിച്ചപ്പോൾ അറിഞ്ഞത്. കൊടകരയിലെ ചില മനുഷ്യ സ്നേഹികൾ ഇതിന് വേണ്ട സഹായങ്ങളും മറ്റു കാര്യങ്ങളും, ഈ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ചെയ്തിരുന്നു. നമ്മുടെ ചാലക്കുടിയിലെ പഴയ താലൂക്ക് തഹസീൽദാരായിരുന്ന രാജു സാർ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ പേപ്പർ വർക്ക് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സഹായം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇത് ഓഫീസുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ദുരന്തത്തിലകപ്പെട്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ സ്ഥിതി നമുക്കറിയാം. അതിനുശേഷം തങ്ങളുടെ മരണപ്പെട്ടവരുടെ ഈ സഹായനിധി ചോദിച്ചുകൊണ്ട് ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന എന്ന് പറയുന്നത് അത് നാട്ടുകാരായിരുന്നാലും അതിഥികളായിരുന്നാലും എല്ലാം ഒന്ന് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾക്ക് ഇതിലൊക്കെ ഒരു കൃത്യതയോടുകൂടി ഇടപെടൽ നടത്താൻ സാധിക്കാത്തത്? ഈ പേരുകളിലും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽ സംവിധാനങ്ങളൊക്കെ കുറച്ചും കൂടി ആക്യുറേറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്താണെന്ന് അറിയില്ല. എന്തായിരുന്നാലും കൊടകരയിൽ 2025 ജൂൺ 27 കിടന്നുറങ്ങുന്ന സമയത്ത്, പുലർച്ചെ എഴുന്നേൽക്കുന്നതിന് മുൻപേ, നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് മുഴുവൻ മണ്ണും സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർ
ദാരുണമായി മരണപ്പെട്ട വിഷയത്തിലുള്ള അടിയന്തര സഹായനിധി ഇപ്പോഴും കൈമാറിയിട്ടില്ല. ഈ വിഷയത്തിൽ താലൂക്ക് സംവിധാനങ്ങൾ, കൊടകരയിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, പഞ്ചായത്ത് സംവിധാനങ്ങൾ, അതുപോലുള്ള സംവിധാനങ്ങൾ വളരെ ശക്തമായിട്ട് ഇടപെടണം. കൊടകരയിലെ ചില മനുഷ്യസ്നേഹികൾ, പൊതുവെ ഈ അതിഥി തൊഴിലാളിയുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ആരും ഇടപെടാൻ ചെല്ലില്ലല്ലോ, എന്നാലും ചില മനുഷ്യസ്നേഹികൾ ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആദ്യത്തെ സംഭവം. ഇനി 2025 ഈ സംഭവം നമുക്കറിയാം, 40 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണെന്നാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. ഞാനും പോയി അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ആ കെട്ടിടത്തിൻ്റെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. നമ്മുടെ പട്ടണങ്ങളിൽ ഇതുമാതിരി ദുരന്തമുഖങ്ങളായി നിൽക്കുന്ന കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലതും ഇത് വ്യാപാര സ്ഥാപനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്താണ് ഇതിൻ്റെ സ്ഥിതി? ഇത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവർക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന സംഭവങ്ങൾ വീണ് കഴിഞ്ഞാൽ യാത്രക്കാരും ഈ ദുരന്തത്തിൽ അകപ്പെടാം. കൊടകരയിൽ പഞ്ചായത്ത് കെട്ടിടം, അതിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. കാരണം അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ വല്ലാത്ത പേടിയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ പേടിയുണ്ട് ഇത് എപ്പോഴും ഇടിഞ്ഞൊളിഞ്ഞ് വീഴുന്നതെന്ന്. കാരണം അതിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? ഇനി അതുപോലെ തന്നെ കൊടകരയിൽ വേറെയും ചില സ്വകാര്യ കെട്ടിടങ്ങളുണ്ട്, നമുക്കറിയാൻ സാധിക്കും. കൊടകരക്കാർക്കും അറിയാം, പഞ്ചായത്ത് കെട്ടിടം പൊളിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പൊളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിൽ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ ഇടപെടൽ വേണം. ചാലക്കുടിയിലെ സ്ഥിതി എന്താണ്? ചാലക്കുടിയിൽ നിങ്ങൾ മെയിൻ റോഡിലൂടെ പോകും, സ്ഥിതി എന്താണ്? അതുപോലെ പല സ്ഥലങ്ങളിലും ഇത് ഇത്രമാതിരി ബിൽഡിങ്ങുകൾ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ സംവിധാനങ്ങൾ ഇതിനൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പല കെട്ടിടങ്ങൾക്കും, ഞാൻ പറഞ്ഞില്ലേ, പല കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇടിഞ്ഞൊളിഞ്ഞ് വീഴുമ്പോൾ ഒരു മഴക്കാലത്തിൻ്റെ ഏകദേശം പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാവില്ലേ എന്ന് തന്നെയാണ് എൻ്റെയൊക്കെ പ്രാർത്ഥന. പക്ഷേ നമുക്കറിയാം, ശക്തമായി പെയ്യുന്ന മഴയിൽ ഈ പഴയ കെട്ടിടങ്ങൾ ഇത് വീണ് കഴിഞ്ഞാൽ, ചാലക്കുടിയിൽ അങ്ങനെ പല കെട്ടിടങ്ങളുണ്ട്. നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസും പരാതികളും കൊടുത്തിട്ടുണ്ട്. ബാബു ജോസഫ് പുത്തനങ്ങാടിയെ പോലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളും പരാതികളും കൊടുത്തിട്ടുണ്ട്. ചാലക്കുടിയിലായിരുന്നാലും, അങ്കമാലിയിലായിരുന്നാലും, കൊരട്ടിയിലായിരുന്നാലും, അതുപോലെ തന്നെ കൊടകരയിലായിരുന്നാലും, ഇരിഞ്ഞാലക്കുടയിലായിരുന്നാലും, ഏത് സ്ഥലങ്ങളായിരുന്നാലും പഴയ കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ ഇടപെടണം. കൊടകര ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ സത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്.